ഇത് വടകരയിലെ പുതിയ റെയിൽവേ സ്റ്റേഷൻ. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി ഈ റെയിൽവേ സ്റ്റേഷനിൽ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ പദ്ധതിയുടെ ഭാഗമായി സ്റ്റേഷനിലെ ചുമരുകൾ ചുമർചിത്രങ്ങൾ കൊണ്ട് മനോഹരമാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കേരള ചുമർചിത്രകലയിൽ നിറഞ്ഞു നിൽക്കുന്ന സ്ത്രീ സാന്നിധ്യം സുലോചന മാഹിയാണ് ഈ മഹത്തായ കർമ്മത്തിന് നേതൃത്വം നൽകുന്നത്. നമുക്ക് മലയാളികളുടെ പ്രിയപ്പെട്ട കലാകാരിയോട് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ചേച്ചി, ഈ ചിത്രകലയിൽ വന്ന സാഹചര്യം എന്ന് പറയും? ജീവിതയാത്രയിൽ പാതി വഴിയിൽ ഇങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ ഈ ചുമർചിത്ര രചനയെ കാണാൻ ഇടയായി. ടി വിയിലായിരുന്നു കണ്ടത്. അങ്ങനെ അന്വേഷണത്തിൽ എൻ്റെ വീടിന് തൊട്ടടുത്തുള്ള കലാഗ്രാമത്തിൽ തന്നെ ചിത്രകല പഠിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കലാഗ്രാമത്തിൽ പോവുകയും KR ബാബു മാഷിൻ്റെ കീഴിൽ ഈ ചിത്രകല പഠിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ചിത്രകലയുടെ സഞ്ചാരം തുടങ്ങിയിട്ട് എത്ര കാലമായി? അതിനെക്കുറിച്ച് ഒന്ന് വിശദമായി. ഏകദേശം 10-12 വർഷമായി ചിത്രകലയോടൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. ആദ്യമായി ഞാൻ ചുമർചിത്രം ചെയ്തത് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ്, തലശ്ശേരി. അതിനുശേഷം ജയിൽ വകുപ്പിന് വേണ്ടി കണ്ണൂർ സെൻട്രൽ ജയിലിൽ, ഇന്ത്യൻ മിലിറ്ററിക്ക് വേണ്ടി കണ്ണൂർ DSC സെൻറ്ററിൽ, മാഹിയിലാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ഹയർ സെക്കൻഡറി സ്കൂളിൽ, അതിൻ്റെ തന്നെ LP സ്കൂളിൽ, പിന്നെ എൻ്റെ മാഹിക്കായി അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസിനകത്ത്, ഇത്തരത്തിൽ ഇപ്പം വടകരയിൽ. ഇപ്പോൾ MCC സെൻറ്ററിൽ വരച്ചിട്ടില്ലേ? അതെ, MCCയിൽ ഒരു 7 മീറ്റർ നീളത്തിലുള്ള ഒരു ചിത്രം ചുമരിൽ നേരിട്ട് തന്നെ അവിടെ ഞാൻ 3.5 വർഷത്തോളം അവിടെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗം മാറിയവരും രോഗത്തെ നേരിടുന്നവരുമായിട്ടുള്ള മുതിർന്നവരായ, ഏറ്റവും കൂടുതൽ ഏജുള്ള എൻ്റെ കുട്ടിക്ക് 65 വയസ്സുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ പേരെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജയിലിൽ വരച്ച ചിത്രം വളരെയധികം പ്രശസ്തി നേടിയിട്ടുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ അതിൻ്റെ അനുഭവം എങ്ങനെയായിരുന്നു സെൻട്രൽ ജയിലിൽ? ഞാൻ ജയിൽ വകുപ്പിന് വേണ്ടിയിട്ട് ചിത്രം വരയ്ക്കാൻ പോയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന അശോകൻ അരിപ്പ സൂപ്രണ്ട്, അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഞാൻ അന്തേവാസികളെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിനുശേഷം അവരെയും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 8 മുഖമുള്ള ടവറുണ്ട് സെൻട്രൽ ജയിലിൻ്റെ നടുവിൽ. ആ ടവറിൻ്റെ മേൽ സ്നേഹതീരം എന്ന് പറഞ്ഞിട്ടുള്ള 2 പീസ് ചിത്രങ്ങൾ കൂടെ എൻ്റെ കുട്ടികളുടെ ഒന്നിച്ച് വരയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വടകര എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഈ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇങ്ങനെ ചിത്രം വരയ്ക്കാനുള്ള അവസ്ഥയിലേക്ക് എങ്ങനെയാണ് വന്നത്? ഇത്രയും സ്ഥലങ്ങളിൽ, ഇപ്പോൾ കണ്ണൂരായാലും മാഹിയിലായാലും ഒക്കെ ചിത്രം ചെയ്തു വരുമ്പോൾ വടകര റെയിൽവേ സ്റ്റേഷനും എൻ്റെ ഒരു കയ്യൊപ്പ് വേണമെന്ന് വിചാരിച്ച് കൊറോണയ്ക്ക് മുൻപേ ഞാൻ വടകര റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇവിടെ വത്സൻ സാർ ഉണ്ടായിരുന്നു, അന്നേരത്തെ വടകര സൂപ്രണ്ട്. അദ്ദേഹം വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും പിന്നെ കൊറോണ നടുവിൽ വന്നപ്പം നിന്നു പോവുകയുണ്ടായത്. അതിനുശേഷം ഇപ്പോൾ അമൃത് ഭാരത് പദ്ധതിയിൽ ഈ വടകരയും കൂടി ഉൾപ്പെട്ടപ്പോൾ തിരിച്ച് റെയിൽവേ എന്നെ വിളിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, ഈ ചിത്രത്തെക്കുറിച്ച് പറയാമോ? അതായത് വടകര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഓടി വരിക കളരിയായിരിക്കും, പിന്നെ വടക്കൻ പട്ടുമായിരിക്കും. അപ്പം വടകര റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ കളരിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ കളരി വരുമ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെയാണ്, ആ കളരി റിലേറ്റഡ് ടു ആയുർവേദയാണല്ലോ, ഒഴിച്ചിലും പിന്നെ ആയുർവേദ മരുന്നും ഇതുമായിട്ട് ബന്ധമുണ്ടല്ലോ. അങ്ങനെ രണ്ടും കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇവിടെ. തൊട്ടപ്പുറത്ത് ഉണ്ണിയാർച്ചേനെ കാണിക്കാൻ വേണ്ടി, അത് പണി പൂർത്തിയായിട്ടില്ല, നമ്മൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ ഇപ്പോൾ. അപ്പോൾ ഉണ്ണിയാർച്ചേനെ അവിടെയും വരച്ചിട്ടുണ്ട്. ഇവിടെ AC വെയിറ്റിംഗ് ഹാളിൽ വടക്കൻ പാട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കുറച്ച് ചിത്രങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക്. ഇത് എന്തൊക്കെ സബ്ജക്റ്റുകളാണെന്ന് പറയാമോ? ഈ മുറി നമ്മൾ വടകരയിലെ വടക്കൻ പാട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്
ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്നത്. ഉണ്ണിയാർച്ചയുടെ കഥയുണ്ട്, പാലാട്ടു കോമനുണ്ട്, പിന്നെ ചന്തുവിൻ്റെ കഥയുണ്ട്. ഇത് ഉണ്ണിയാർച്ചേൻ്റെ അല്ലേ? ഇത് ഇവിടം വരെ ഉണ്ണിയാർച്ച വരും. അത് പാലാട്ടു കോമനാണ്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ചന്തുവിൻ്റെ ആ ഒരു സ്റ്റോറി ആ എൻഡ് വരയ്ക്കും എത്തുന്നുണ്ട്. അങ്ങേ അറ്റത്തുള്ള ഇതെന്താണ്? അതെ. ഇത് ഉദയനൻ്റെയാണ്. പിന്നെ നമുക്ക് അധികം ആൾക്കാർക്ക് കേട്ടുകേൾവിയില്ലാത്ത ഒരു കഥാപാത്രമാണ് പൂമാതൈ പൊന്നമ്മ. ധീരയായ യുവതി തൻ്റെ ചാരിത്രത്തിന് അത്രയും വില കൊടുക്കുകയും ചാരിത്രത്തിന് വില കൊടുത്തത് കൊണ്ട് മാത്രം അഗ്നിക്ക് ഇരയാവുകയും പിന്നീട് ദേവിയായി മാറുകയും ചെയ്ത വടക്കൻ പാട്ടിലെ അതിശക്തിയായ സ്ത്രീ സാന്നിധ്യം പൂമാതൈ പൊന്നമ്മ. ായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഈ പിന്നെ പൗരപ്രമുഖൻ്റെ വീട് തനിയെ തീപിടിച്ച് അഗ്നിക്ക് ഇരയാവുന്ന ഇതാണ്. അവിടെ നിന്നാണ് പൂമാതൈ പൊന്നമ്മേനെ ദൈവികമായിട്ടുള്ള ഒരു ദൈവിക സാന്നിധ്യമായി കാണുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും ഇദ്ദേഹത്തിൻ്റെ വീട് തനിയെ അഗ്നിക്ക് അമർന്നു പോകുന്ന ഒരു കാഴ്ച. അത് മനോഹരമായിരുന്നു. ഇനിയിപ്പോൾ പിന്നെ അവിടെ ഒരു ഓപ്പൺ ഹാളുണ്ട്. അവിടെ വടകരയുടെ ചരിത്രമാണ് ഞങ്ങൾ തീർച്ചയായിട്ടും. ഇവിടെ ഞങ്ങൾ വടകരയുടെ ചരിത്രത്തിൻ്റെ ഏതാനും ഏടുകൾ. അപ്പോൾ വടകര എന്ന് പറയുമ്പോൾ കുഞ്ഞാലി മരക്കാർ ഒഴിച്ച് നമുക്കൊരു വടകര ചിന്തിക്കാൻ പറ്റൂല. ചരിത്രം എടുക്കുമ്പോൾ തിരിച്ചിവിടെ ഞങ്ങൾ മാണിക്കാമ്മയാണ് വരച്ചിരിക്കുന്നത്. കാരണം കൗമുദി ടീച്ചറെ എല്ലാവർക്കും അറിയാം. ഗാന്ധിജിക്ക് സ്വർണം കൊടുത്ത കൗമുദി ടീച്ചറെ എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ഇവിടെയുള്ള വടകര ചന്തയിൽ ചക്കര വിൽക്കാൻ വരുന്ന ഒരു മാണിക്കാമ്മ കൗമുദി ടീച്ചറുടെ പ്രചോദനത്തിൽ അവർ ചെയ്ത ആ കർമ്മത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ ഇതിലെ കമ്മലെന്ന് പറയൂലേ, തോട പറയൂലേ, അത് എടുത്ത് ഗാന്ധിജി കൊടുത്ത ഒരു സന്ദർഭമുണ്ട്. ശരിക്കും ചരിത്രത്തെ അടയാളപ്പെടുത്തുന്ന തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ മാണിക്കാമ്മേനെ എനിക്ക് തോന്നുന്നില്ല വടകരക്കാർക്ക് പോലും നന്നായി അറിയും. പക്ഷെ കൗമുദി ടീച്ചറെ എല്ലാവർക്കും അറിയാൻ പറ്റും. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, മാണിക്കാമ്മയെ വരയ്ക്കാൻ നോക്കി. ഇനിയും കുറെ ബാക്കിയുണ്ടല്ലേ? അതെ, ഇവിടെ നമ്മളെ ക്ഷേത്രമുണ്ട്, അവിടെ ഒരു പള്ളിയും വരും. ക്ഷേത്രം എന്ത്? ലോകനാർക്കാവ്. ഓക്കെ ഓക്കെ. റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഈ കൂറ്റൻ ചിത്രങ്ങൾ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിനെക്കുറിച്ചൊന്ന് പറയാം. തീർച്ചയായിട്ടും വടകര സ്റ്റേഷൻ്റെ കണ്ണായ ഭാഗമാണല്ലോ. ഏതൊരു വ്യക്തിയും വരുമ്പോൾ അവൻ്റെ ശ്രദ്ധയിലേക്ക് പെടുന്ന ഒരു ഭാഗമായതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലുപ്പത്തിൽ ഞങ്ങളിവിടെ ഈ ചിത്രങ്ങൾ ആലേഖനം ചെയ്യാൻ കാരണം. പിന്നെ വടകരയുടെ പ്രത്യേകതകളാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ഉദയനൻ്റെ തെയ്യായാലും കുട്ടിച്ചാത്തനായാലും ഈ കലാരൂപങ്ങളെ വിട്ടുകൊണ്ട് വടകരയെ കാണുക, അല്ലെങ്കിൽ വടകരയെക്കുറിച്ച് ചിന്തിക്കുക നമുക്ക് അപ്രാപ്യമായിരിക്കും, അല്ലെങ്കിൽ അത് അസാധ്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഉദയനൻ്റെ തെയ്യം വടകര മാത്രം കാണുന്നത്. വടക്കൻ കേരളത്തിൽ തെയ്യങ്ങൾക്ക് പ്രാധാന്യം ഉള്ളതുപോലെ തന്നെ തച്ചോളി ഉദയനൻ്റെ തെയ്യം വടകരയിൽ മാത്രം കെട്ടിയാടപ്പെടുന്ന ഒരു തെയ്യമായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇത് കുട്ടിച്ചാത്തൻ്റെതാണ്. അപ്പം തെയ്യങ്ങളിൽ കുട്ടിച്ചാത്തനെ വിട്ടുകൊണ്ട് വടകരക്കാർക്ക് തെയ്യം കലയെ ചിന്തിക്കാൻ പറ്റില്ല. അപ്പം കുട്ടിച്ചാത്തന് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ട് ഞങ്ങൾ കുട്ടിച്ചാത്തൻ്റെ ഒരു രൂപം കൂടെ ഇവിടെ വരച്ചു. അടുത്തത് വരുമ്പോൾ ഇതിൽ ഞങ്ങൾ കേരളത്തിൻ്റെ തനത് കലയായ കഥകളിയെയും മോഹിനിയാട്ടത്തിനെയും ഞങ്ങൾ ഇവിടെ വരയ്ക്കാൻ ശ്രമിച്ചു. പിന്നെ വടകര എന്ന് പറയുമ്പോൾ കളരി നമ്മൾ തൊട്ടപ്പുറത്തും വരച്ചിട്ടുണ്ട്. എങ്കിലും മുൻഭാഗത്തും കളരിക്ക് അത്രയും പ്രാധാന്യം കൊടുക്കണം. അതിൽ തന്നെ സ്ത്രീകളെയും പുരുഷന്മാർക്കും കളരി ഒരുപോലെ അഭ്യസിക്കാൻ പറ്റിയതാണെന്നുള്ളത് കൊണ്ട് ഞങ്ങളങ്ങനെ സ്ത്രീയെയും പുരുഷനെയും ചേർത്ത് കൊണ്ടുള്ളൊരു കളരിയിലെ ഒരു അടവ് ഞങ്ങളിവിടെ ആലേഖനം ചെയ്തു. അടുത്തത് നോക്കുമ്പോൾ മുത്തപ്പനാണ്. അപ്പം വടക്കൻ റെയിൽവേ സ്റ്റേഷനുകളിൽ മുത്തപ്പൻ്റെ സാന്നിധ്യം, റെയിൽവേ മുത്തപ്പൻ എന്ന പേരിൽ തന്നെ മുത്തപ്പൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് മുത്തപ്പനെ ഞങ്ങൾ ഒഴിവാക്കിയില്ല. ചിത്രത്തിൽ ഇവിടെ അദ്ദേഹത്തിന് ഒരു സ്ഥാനം കൊടുത്തു എന്നുള്ളതാണ്. സ്റ്റേഷൻ പോലുള്ള ഒരു സ്ഥലത്ത് ഒരു ചിത്രകാരി, പ്രത്യേകിച്ച് ചിത്രം വരയ്ക്കുമ്പോൾ
ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുമെന്നത് സ്വാഭാവികമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റ് കലാകാരിയായിട്ട് അല്ലെങ്കിൽ ചേച്ചിയായിട്ട് എങ്ങനെയാണ് അവർ സഹകരിക്കുന്നത്? എങ്ങനെയാണ് അതിൻ്റെ അത് വണ്ടർഫുള്ളായിട്ടുള്ള സഹകരണമാണ് തുടക്കം മുതൽ. ഇപ്പം ഞാൻ കൊറോണ കാലത്തിന് മുൻപേ ആണ് വത്സൻ സാറുമായിട്ട് ബന്ധപ്പെട്ടത്. തിരിച്ച് ഈ അമൃത് ഭാരത് പദ്ധതിയിൽ വടകര ഉൾപ്പെട്ടപ്പോൾ എന്നെ വിളിക്കുകയായിരുന്നു. ഇവിടെ പ്രത്യേക കമ്മിറ്റിയുണ്ട് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ പ്രസിഡൻറ്റ് വത്സൻ സാറാണെന്ന്. അദ്ദേഹം എന്നെ തിരിച്ച് വിളിക്കുകയും അതുമുതൽ വത്സൻ സാറ് മുതൽ ഇങ്ങോട്ട് ADRM അങ്ങ് തലവൻ വരെ എന്താ പറയുക, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സഹകരണമാണ്. കാരണം സ്ത്രീ ആയതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇവിടെ ഉയരത്തിൽ കയറാനുള്ള സംവിധാനം ഒക്കെ തന്നെ റെയിൽവേ ഒരു വിഷമവും ഇല്ലാതെ എല്ലാ ഓഫീസേഴ്സും ഞങ്ങൾക്ക് പരിപൂർണ പിന്തുണയും സഹകരണവും അവർ ആസ്വദിക്കുന്നു. ഞങ്ങളുടെ പ്രവർത്തനം ഞങ്ങളും ആസ്വദിക്കുന്നു റെയിൽവേക്ക് വേണ്ടി ഇങ്ങനെയൊരു കർമ്മം ചെയ്യുന്നതിൽ. റെയിൽവേ സ്റ്റേഷനിലെ ഈ വർക്ക് എത്ര കാലമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞങ്ങൾ ഈ ഫെബ്രുവരി അവസാന വാരത്തിൽ തുടങ്ങി ഒരു പ്രവൃത്തിയാണ് ഈ ചിത്രരചന രീതി. അതായത് വടകര റെയിൽവേ സ്റ്റേഷന് ഒരു വർണ്ണ സമ്മാനം എന്നുള്ള രീതിയിൽ അത് ഈ മാസത്തോടു കൂടി അവസാനിക്കും. ഓക്കെ. ഏകദേശം 10-12 വർഷമായില്ലേ ഇപ്പം ഈ ചിത്രകല മേഖലയിൽ? അതെ. അപ്പോൾ ഒരു കലാകാരി എന്ന നിലയിൽ ചിത്രകലയെ, പ്രത്യേകിച്ച് കേരളത്തിലെ ചിത്രകലയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സത്യം പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം വരെ ആസ്വദിക്കുകയാണ്. അതായത് തെളിച്ചത്തിൻ്റെ ലോകം തേടി നടന്ന എനിക്ക് വർണ്ണം ഒരു കൂട്ടായി വന്നപ്പോൾ എനിക്ക് കിട്ടിയ ആ തെളിച്ചം ഞാൻ സമൂഹത്തിന് വേണ്ടിയും കൂടെ പങ്കുവെക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇതുവരെ 100-ലധികം പേരെ മാഹിയിൽ തന്നെ ഞാൻ ചിത്രകലാ ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരികയും അതുവഴി അവർക്കും അവരുടെ ജീവിതത്തിലും തെളിച്ചം കിട്ടി എന്നുള്ളത് അവരുടെ അനുഭവ സാക്ഷ്യത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ മലബാർ ക്യാൻസർ സെൻറ്ററിൽ അവിടുത്തെ പ്രവർത്തനമായാലും കണ്ണൂർ ജയിലിലെ പ്രവർത്തനമായാലും കാഞ്ഞങ്ങാട് എൻഡോസൾഫാൻ കുഞ്ഞുങ്ങളിലൂടെ ആയാലും ട്രാൻസ്ജെൻഡേഴ്സ് കണ്ണൂർ, അങ്ങനെ വിവിധങ്ങളായ സമൂഹത്തിൻ്റെ വിഭാഗങ്ങളിലൂടെ വർണ്ണങ്ങളിലൂടെ യാത്ര ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഇനി അവസാനമായി ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അതായത് ഒരു ചിത്രകാരി എന്ന നിലയിൽ എന്തൊക്കെ ചാലഞ്ചുകളാണ് ചേച്ചി നേരിട്ടത്? എന്താ പറയുക, കലാകാരന് മാത്രം സ്വന്തമല്ലെന്നും അത് സമൂഹത്തിനു കൂടെ ആവശ്യമാണെന്നും സമൂഹത്തിനോട് കലയിലൂടെ സംസാരിക്കുമ്പോൾ മാത്രമേ കലാകാരനും കലയ്ക്കും വിലയും പ്രാധാന്യം വരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച കല ഞാൻ സമൂഹത്തിലെ പല പേർക്കുമായി വീതിച്ചപ്പോൾ ഒരുപാട് എതിർപ്പുകൾ, അത് മൊത്തം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴും കൂടെ ഈ സമയം കൂടെ ഞാൻ അതൊക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാലും ഒരു ഒറ്റയാൾ പോരാട്ടമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ചാലഞ്ച് എനിക്കെതിരെ വരുന്ന ഒന്നിനെക്കുറിച്ചും ഞാൻ ബോധവാനാവുന്നില്ല എന്നുള്ളതാണ്. ഞാനതിനെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അതിനെ ശ്രദ്ധിക്കാൻ പോയാൽ എൻ്റെ കാഴ്ചപ്പാടുകൾ മങ്ങിപ്പോവും എന്നുള്ളത് കൊണ്ട് എൻ്റെ പ്രവർത്തനം, എൻ്റെ കാഴ്ച, എൻ്റെ ശ്രമം അതിന് മങ്ങലേൽക്കാതിരിക്കാൻ ഞാൻ ഇത്തരത്തിലുള്ള നെഗറ്റീവുകളെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതും അവയൊക്കെ തന്നെ വരുന്ന അതേ സ്പീഡിൽ തള്ളിക്കളയുന്നു എന്നുള്ളതുകൊണ്ട് അത് തരുന്ന ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അത് തരുന്ന പ്രതിഫലനത്തെക്കുറിച്ച് ഞാൻ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും എന്ത് ചെറിയ കാര്യമായാലും വലിയ കാര്യമായാലും, വലിയ കാര്യം ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ കഴിയുന്ന ഞാനൊരു പാവം സാധാരണക്കാരിയായ ഒരു ചിത്രകാരിയാണ്. ഇപ്പോഴും ഞാൻ ചിത്രകല പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ ചിത്രകലാ ടീമുണ്ട്. ആ കലാകാരന്മാരിൽ നിന്നും ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളിൽ നിന്ന് പോലും ഞാൻ നിത്യേന എന്നോണം ചുമർ ചിത്രകലയെക്കുറിച്ചും മറ്റുള്ള കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും വലിയ കാര്യം ചെയ്യാൻ എനിക്ക് സാധ്യമായിട്ടില്ല. വലിയ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഈശ്വരൻ സമ്മതിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാനതിന് തയ്യാറാണ്. എന്നാലും എൻ്റെ വിശ്വാസം, ഞാൻ ചെയ്യുന്ന കർമ്മത്തിൽ എൻ്റെ കലയോട് 100% മനസാക്ഷിയോടെ പെരുമാറുക എന്നുള്ളതാണ്. അതിന് ഞാനൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. എന്തായാലും വളരെ നല്ല കാര്യങ്ങൾ പറഞ്ഞു വന്നു. വളരെ സന്തോഷം. എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.